എൻ്റെ പേര് KY വരീസ്. ഞാൻ 2015, 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ തുറവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വികസന ശാന്തി കമ്മിറ്റിയുടെ ചെയർമാൻ ജോസഫ് പാലക്കാട്ടിലാണ്. അന്ന് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ തുറവൂർ പഞ്ചായത്തിൻ്റെ ആരോഗ്യ മേഖലയിലും മറ്റ് വിവിധ മേഖലകളിലുമൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ തൊട്ട് മുമ്പിൽ കാണുന്ന കെട്ടിടം ഉൾപ്പെടെ തുറവൂർ ഗ്രാമപഞ്ചായത്തിന് 2020 വരെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് കാണുന്നത്. ഞങ്ങളുടെ കാലശേഷം പുതിയതായിട്ട് വന്നത് തുറവൂർ പഞ്ചായത്ത് UDFൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയാണ്. ആ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലെ LDFൻ്റെ മെമ്പറായ സീലിയ വിന്നി ഈ ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് കൊടുത്തിരുന്നു. ആ ആംബുലൻസ് ഇപ്പോഴും ഇവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളിതുവരെയായിട്ടും ഇതിന് ഡ്രൈവറെ വയ്ക്കുവാനോ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുവാനോ സാധിച്ചിട്ടില്ല. നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ വേറെ പ്രത്യേക ആംബുലൻസ് ഒന്നും ഇവിടെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. AP കുര്യൻ പാലിയേറ്റീവ് കെയറിൻ്റെ കെയറോപ്പിൽ ഈ അടുത്ത കാലത്താണ് ഒരു ആംബുലൻസ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതിനും മറ്റും പുറത്തുനിന്നുള്ള ആംബുലൻസുകളാണ് നമ്മുടെ ആൾക്കാർ പലരും ഉപയോഗപ്പെടുത്തുന്നതും അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സീലിയ വിന്നി തുറവൂർ പഞ്ചായത്തിൻ്റെ ഇത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആംബുലൻസ് കൊടുത്ത് 2021-22 കാലഘട്ടത്തിലാണ് ആ പ്ലാൻ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ആംബുലൻസിന് ഫണ്ട് അനുവദിക്കുകയും ഇവിടെ കൈമാറുകയും ചെയ്തത്. നാളിതുവരെയായിട്ടും ഈ ആംബുലൻസ് ഇവിടെ നിന്ന് ചലിക്കാനുള്ള നടപടി ഈ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട മെഡിക്കൽ ഓഫീസർ പറഞ്ഞു, നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇല്ലെങ്കിൽ പോലും ഇവിടെ OPക്ക് കിട്ടുന്ന ആ തുച്ഛമായ തുക കൊണ്ട് ഒരു ഡ്രൈവറെ വെച്ചാൽ പോലും ഇത് സുഗമമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കും. അതുപോലും പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നില്ല. എന്നിട്ടാണ് വികസന മാമാങ്കം എന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ചില ഉദ്ഘാടനങ്ങളും മറ്റു കാര്യങ്ങളും നടത്തിയത്. ഒരു വികസനത്തിൻ്റെ ഉദ്ഘാടനം നടത്തുമ്പോൾ സർവകക്ഷി ആൾക്കാരൊക്കെ വിളിക്കും. ഏകകക്ഷി മാത്രം പറഞ്ഞാൽ മാത്രം വികസനം എന്തൊക്കെയാണ്, പോരായ്മ എന്തുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റ് ആരെയും വിളിക്കാതെ സ്വന്തമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു പൊതുപരിപാടി എന്ന പോലെയാണ് വികസന മാമാങ്കം ഇവിടെ നടത്തി കൂട്ടിയിട്ടുള്ളത്. ഈ പഞ്ചായത്ത് ഇവിടെ ഞങ്ങളുടെ ഭരണകാലത്താണ് ഒരു ഗവൺമെൻറ് IT അനുവദിച്ചത്. 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവിടെ ഗവൺമെൻറ് IT അനുവദിച്ചത്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ഗവൺമെൻറ് IT അനുവദിച്ചത്. ആ IT അനുവദിച്ചിട്ട് പോലും അതിൻ്റെ പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒഴിവാക്കി അതിനകത്ത് താൽക്കാലികമായി തുടങ്ങാൻ പോയിട്ട് അതിന് പോലും കോൺഗ്രസിൻ്റെ ആൾക്കാർ അതിന് സ്റ്റേ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയും സ്റ്റേ കൊടുക്കുകയും ആ സ്റ്റേ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി പിൻവലിക്കുകയും ചെയ്തുകൊണ്ടാണ് IT ഇവിടെ ആരംഭിച്ചത്. IT ആരംഭിച്ച് 2 കോഴ്സ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 കോഴ്സാണ് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടിയിട്ട് അന്ന് അനുവദിക്കപ്പെട്ടെങ്കിലും വേണ്ടത്ര സ്ഥലമില്ലാത്തതുകൊണ്ടാണ് 2 നമ്മൾ ആരംഭിച്ചത്. എന്നാൽ പഞ്ചായത്ത് 2015-20 പഞ്ചായത്ത് ഭരണസമിതി ഇതിനാവശ്യമായ പ്രാഥമിക ആവശ്യത്തിനുള്ള സ്ഥലം 3.25 ഏക്കർ സ്ഥലം പഞ്ചായത്തിൻ്റെ റവന്യൂ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുകയും സർക്കാരിനെ സമർപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. എന്നാൽ ആ ഭൂമി ഇപ്പോൾ ചില വ്യക്തികൾ കൈവശം വെച്ചുകൊണ്ട് തങ്ങളുടെ കൈവശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സ്റ്റേ കൊടുക്കുകയും ആ സ്റ്റേ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി സ്റ്റേ തള്ളിക്കുകയും ചെയ്ത് സർക്കാർ ഏറ്റെടുക്കുന്ന പോകുന്ന കാലഘട്ടത്തിലാണ് പഞ്ചായത്തിൻ്റെ കാലാവധി അവസാനിക്കുന്ന ഒരു സാഹചര്യം വന്നത്. പിന്നീട് ഇപ്പോൾ വന്നിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതി ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുവാനോ ആ സ്റ്റേ പിൻവലിപ്പിക്കാനോ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതിന് ഫലമായിട്ട് പുതിയതായി അനുവദിക്കപ്പെട്ട കോഴ്സുകൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക്, അവർക്ക് തൊഴിൽ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള ഈ ടെക്നിക്കൽ വിദ്യാഭ്യാസമാണ് ITI. അത് ഇപ്പോൾ ലഭ്യമാക്കാൻ ആവശ്യമായ നിലപാട് ഈ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കുന്നില്ല. അത് തന്നെയുമല്ല, ഇവിടെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ ആവശ്യമായ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ഇവിടെ ആവശ്യമാണ്. അത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തി കൊടുക്കണം. അത് നാളിതുവരെയായിട്ടും അത് സ്ഥലം കണ്ടെത്തി കൊടുക്കുവാൻ അവർ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പഞ്ചായത്തിൻ്റെ കന്നുകാലി പൗണ്ട് എന്ന പേരിലുള്ള ഒരു സ്ഥലം നമ്മുടെ തുറവൂർ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ, പഴയ 5-ാം വാർഡിൽ വട്ടപ്പറമ്പ് പ്രദേശത്ത് 64 സെൻറ്റ് സ്ഥലമുണ്ട്. അതും ഒരു സ്വകാര്യ വ്യക്തി അടുത്തിടയ്ക്ക് കയ്യേറി അവിടെ ചില കൃഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഭൂമി ആ വ്യക്തിക്ക് പട്ടയം കൊടുക്കാനാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും അത് വളരെ വൻ അഴിമതിയാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ സ്വത്ത് ഒരു സ്വകാര്യ വ്യക്തിക്ക് യാതൊരുവിധ ഗുണവുമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് പതിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ
അത് വൻ അഴിമതി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആരോപിക്കുന്നുണ്ട്. അത് തന്നെയുമല്ല, ആ സ്ഥലത്ത് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഈ കുടിവെള്ള പ്ലാന്റ് വേണമെങ്കിൽ അവിടെ സ്ഥാപിക്കാം, ഈ ITIക്ക് വേണമെങ്കിൽ ആ സ്ഥലം ഉപയോഗപ്പെടുത്താം. അങ്ങനെ വിവിധ ആവശ്യങ്ങൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ശ്രദ്ധിക്കുന്നില്ല. ഇതുകൂടാതെ നമ്മുടെ വില്ലേജ് ഓഫീസ്, സ്മാർട്ട് വില്ലേജ് ഓഫീസ് നമ്മുടെ കേരളത്തിൽ പല പല ജില്ലകളിലും വില്ലേജുകളിലുമൊക്കെ ഈ സ്മാർട്ട് വില്ലേജ് ഓഫീസ് സർക്കാർ ഫണ്ട് അനുവദിച്ച് പണിയുന്നുണ്ട്. നമ്മുടെ തുറവൂർ വില്ലേജ് ഓഫീസ് ആണെങ്കിൽ വർഷങ്ങളായിട്ട് പഴക്കമുള്ള AP കുര്യൻ്റെ കാലത്ത് സ്ഥാപിച്ച ഒരു വില്ലേജ് ഓഫീസാണത്. അതിനകത്ത് അവിടെയുള്ള ജീവനക്കാർക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ ബഹുജനങ്ങൾക്ക് അതിനാവശ്യമുള്ള സ്ഥല സൗകര്യങ്ങളോ ഒന്നും അവിടെ ആ സ്ഥലത്തില്ല. അതുകൊണ്ടാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് പണിയാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചത്. എന്നാൽ അത് LDF സർക്കാരാണ് ഈ ഫണ്ട് അനുവദിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇത് പണിയാതിരിക്കാനുള്ള എല്ലാവിധ മുടന്തൻ ന്യായങ്ങളുമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ സ്വീകരിച്ച് പോന്നിട്ടുള്ളത്. ഇപ്പോൾ അവർക്ക് പല ചെറിയ ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിലെല്ലാത്തിനും സാമ്പത്തിക ലാഭമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് അനുവദിച്ച കേന്ദ്ര ഫ്ലഡ് ഫണ്ട്, അതായത് ഓരോ പഞ്ചായത്തുകൾക്കും വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് അനുവദിക്കപ്പെട്ടു. തുറവൂർ പഞ്ചായത്ത് ആവശ്യപ്പെട്ടത് മൂക്കന്നൂർ, തുറവൂർ, മഞ്ഞപ്പുറമായി ബന്ധപ്പെട്ട് 3 പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് അനുവദിക്കുന്ന ഒരു റോഡാണ് കോക്കുന്ന് തുറവൂർ മഞ്ഞപ്പുറ റോഡ്. ആ റോഡിന് 3.25 കോടി രൂപ അനുവദിച്ചാൽ പണി ആരംഭിക്കാൻ വേണ്ടി നിരവധി വട്ടം സമരങ്ങളും മറ്റങ്ങളും ഞങ്ങൾ നടത്തേണ്ടി വന്നു. അതിനുശേഷം പണി ആരംഭിച്ച് ഇപ്പോൾ അതിൻ്റെ റോഡ് പണി കുറച്ച് ഭാഗം നടത്തി. ആ നടത്തിയ റോഡ് പണി ഏകദേശം 3/4 ഭാഗത്തോളം പൊട്ടിപ്പൊളിഞ്ഞ് വീണ്ടും പഴയതിനേക്കാളും മോശപ്പെട്ട രൂപത്തിലേക്ക് കുണ്ടും കുഴിയുമായി മാറിയിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. പഞ്ചായത്തിൻ്റെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമീണ റോഡുകൾ, ഒട്ടനവധി റോഡുകൾ കുത്തിപ്പൊളിച്ച് അവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ആ കുത്തിപ്പൊളിച്ച റോഡുകളിൽ വീണ്ടും മെറ്റൽ വിരിച്ച് ടാർ ചെയ്യുന്നതിനോ അതിൻ്റെ പണി പൂർത്തിയാക്കുന്നതിനോ പഞ്ചായത്ത് ഒരു താല്പര്യവും ഈ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള മറ്റൊരു ആക്ഷേപം. തന്നെയല്ല, പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് 12 കോടിയോളം രൂപ ഈ 5 വർഷ കാലത്തിനുള്ളിൽ അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ കാലഘട്ടങ്ങളിൽ സമയബന്ധിതമായി നടത്തി തീർക്കേണ്ടുന്ന പണികൾ സമയബന്ധിതമായിട്ട് നടത്തി തീർക്കാതെ ഇതിനെതിരെ പ്ലാൻ ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ നഷ്ടപ്പെടുത്തുന്ന രീതിയാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചു പോകുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഗ്രാമീണ റോഡുകൾ ഇന്ന് പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ ആണ് കിടക്കുന്നത്. ഇതുപോലെ നിരവധി കാര്യങ്ങൾ ഇവിടെ പുല്ലാനി കോളനി റോഡ് ഇതുപോലെ വളരെ പട്ടികജാതിക്കാർക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള റോഡാണത്. ആ റോഡിൻ്റെ പണി നടത്താൻ പറ്റിയിട്ടില്ല. വിവിധ ഫണ്ടുകൾ ഇതുപോലെ ലാപ്സാവുന്നതിൻ്റെ ഫലമായിട്ട് ഒട്ടനവധി നിർമ്മാണ പ്രവർത്തികൾ ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തികൾ നടപ്പാക്കാൻ ഈ ഭരണസമിതിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കാണാനുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ 5 വർഷമായി 5 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ 5 വർഷം പൂർത്തീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് 5 വർഷം നമ്മുടെ പുറകോട്ടടിക്കുന്ന രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ നമുക്ക് പോയി അന്വേഷിച്ചാൽ നേരിട്ട് ബോധ്യപ്പെടാവുന്നതാണ്. പഞ്ചായത്തിൻ്റെ എല്ലാ ഗ്രാമീണ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ്. ജലജീവൻ പദ്ധതി പ്രകാരം റോഡുകൾ കുഴിച്ചിട്ടിട്ട് അത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനോ ആ റോഡുകൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതിനോ പഞ്ചായത്ത് ഭരണസമിതി യാതൊന്നും ചെയ്തിട്ടില്ല. PWD ഡിപ്പാർട്ട്മെൻറ്റ് പണി പൂർത്തീകരിച്ച അവരുടെ ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ നേരിട്ട് പണി പൂർത്തീകരിച്ച റോഡുകളുടെ എല്ലാം അവകാശവാദം ഞങ്ങളാണ് ചെയ്തതെന്ന് അവകാശവാദം ഉന്നയിക്കുക. MLA ഫണ്ട് ഉപയോഗിച്ച് അവിടെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകളെല്ലാം പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിന് നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കുക. ഇങ്ങനെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഉദാഹരണം 2022-23, 23-24 ഈ 2 സാമ്പത്തിക വർഷത്തിലെ മാത്രം പദ്ധതി വിനിയോഗത്തിൽ ഏതാണ്ട് 55-60% താഴെ മാത്രമേ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത്തരം പദ്ധതി വീതം ഏറ്റവും കുറച്ച് വിനിയോഗിച്ചിട്ടുള്ള ഈ ജില്ലയിലെ അപൂർവം പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് തുറവൂർ. കോടിക്കണക്കിന് രൂപയാണ് അതുമൂലം ഇവിടെ നമ്മുടെ ഓരോ വർഷവും ഈ പഞ്ചായത്ത് ലാപ്സാക്കി കളഞ്ഞത്. തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ നിരുത്തരവാദപരമായ പ്രവൃത്തി കൊണ്ടാണ് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സ്മാർട്ട് വില്ലേജിന് 75 ലക്ഷം രൂപ റവന്യൂ വകുപ്പ് അനുവദിച്ചിട്ട് ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കൊണ്ട് അത് നിർമ്മിക്കാൻ കഴിയാതെ പോയി. സബ് സെൻറ്ററിന് ആരോഗ്യ മേഖലയിൽ ആരോഗ്യവകുപ്പ് 35 ലക്ഷം രൂപ
മുടക്കി ആ ആനപ്പാറ വാതക്കാട് ഭാഗത്ത് സബ് സെന്റർ നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ച 35 ലക്ഷം രൂപ ഇവരുടെ കെടുകാര്യസ്ഥത മൂലം അത് നടപ്പാക്കാൻ കഴിയാതെ പോയി. അവിടെ ഒരു പാറപ്പുറത്ത് ഒരു മലയുടെ മുകളിൽ 10 സെന്റ് ആരോ സൗജന്യമായി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി നീക്കം നടത്തിയപ്പോൾ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർ തന്നെ അത് അശാസ്ത്രീയമാണ്, അവിടെ ചെയ്യാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഭാഗമായി അത് ചെയ്യാൻ കഴിയാതെ പോയി. സാമ്പത്തികമായ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും 5 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവും ഇല്ലാതെ, മാത്രമല്ല സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളെല്ലാം നമ്മുടേതാണെന്ന് നേട്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടുപോകുന്നത്. തീർച്ചയായും ജനങ്ങൾക്ക് വളരെയധികം ദ്രോഹമായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് എന്നല്ലാതെ മറ്റൊരു കാര്യവും നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ ഈ ഗ്രാമീണ മേഖലയിൽ പഞ്ചായത്തിന് തനതായി ഒരു വികസന പ്രവർത്തനവും കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, നാം കൊണ്ടുവന്ന മുൻ പഞ്ചായത്ത് ഭരണസമിതികൾ കൊണ്ടുവന്ന വികസനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെല്ലാം നശിപ്പിച്ച് കളയുന്ന സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഈ പഞ്ചായത്തിലുടനീളം ജനകീയമായ പ്രതിഷേധവും ജനകീയമായ രോഷം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഒരു ജനവിധി ഉണ്ടാകും എന്ന് ഉറപ്പാണ്. തീർച്ചയായും അതിനുവേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്.